ശിവൻകുട്ടിയേട്ടാ ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു നേരത്തെ. ഇന്നലെ ഇനിയിപ്പോ ഈ 24 മണിക്കൂർ അങ്ങോട്ട് പോകാനൊരു ബുദ്ധിമുട്ടാണ് അല്ലേ? എല്ലാവരും നമുക്കത് പറഞ്ഞതുപോലെ ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഒരു മാസക്കാലത്തെ കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടലും കുറയ്ക്കലും പിന്നെ ചർച്ചയും നിങ്ങളുടെ എല്ലാവരും ഇടപെടലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കണക്കിന് ഈ ടെലിവിഷൻ ചാനലിൻ്റെയൊക്കെ തന്നെ ഇടപെടലുകൊണ്ട് സമയം കുറേ അങ്ങ് പോയെന്ന് വേണമെങ്കിൽ വയ്ക്കാം. മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കടുത്ത മത്സരം ഇതായിരുന്നു. പ്രത്യേകിച്ച് മന്ത്രി എന്ന നിലയിൽ കൂടിയാണല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു 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 കടുത്ത മത്സരം എന്ന് പറയാവുന്ന ഇതാണോ? കടുത്ത മത്സരം എന്ന് പറയുന്ന ഇതാണ്. കാരണം BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്, കേന്ദ്ര മന്ത്രിയായിരുന്നു, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, പിന്നെ ഫസ്റ്റിൽ ജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. മറ്റ് പല 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 കാരണങ്ങൾ കൊണ്ടും നല്ല ഒരു മത്സരമാണ് നടന്നിട്ടുള്ളത്. ഈ രാജഗോപാൽ സാറിനോടുള്ള മത്സരം ഇത്രയും കടുത്തതായിരുന്നില്ല. അതിൽ കുമ്മന സാറിനോടുള്ള മത്സരം ഇത്രയും കടുത്തതായിരുന്നില്ല. ഈ പ്രാവശ്യം നല്ല കടുത്ത മത്സരം തന്നെയാണ്. മറ്റൊരു കാര്യം, ഈ കെ മുരളീധരൻ മത്സരിച്ചപ്പോൾ അതൊരു നല്ല ത്രികോണ മത്സരമായിട്ട് വന്നു. ഇപ്പോൾ ശബരി തുടക്കം മുതൽ തന്നെ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ പ്രഖ്യാപിച്ചതിന് ശേഷം ശബരിയുടെ ഒരു രീതി അനുസരിച്ചുള്ള ഒരു നല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ശബരി നടത്തി. പക്ഷേ അവിടെ വോട്ടിംഗ് പാറ്റേൺ ഉണ്ട്. നമുക്ക് പാർലമെൻറ്റ് ഇലക്ഷൻ കിട്ടുന്നത് BJPക്ക് മുൻതൂക്കമാണ്, അതുപോലെ കോർപ്പറേഷന് BJPക്ക് മുൻതൂക്കമാണ്. പക്ഷേ അസംബ്ലിക്ക് ഒരിക്കലും BJPക്ക് മുൻതൂക്കം വരാറില്ല. കോൺഗ്രസിനൊരു UDFന് സംഭവിച്ചിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം അവർക്ക് അവരുടെ സ്ഥാനാർത്ഥിക്ക് ഒരു പ്രാവശ്യം 20,000 വോട്ട്, ഒരു പ്രാവശ്യം 15,000 വോട്ട് മാത്രമാണ് പിടിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ആകെ 36,000 വോട്ട് പിടിച്ചത് കെ മുരളീധരൻ മത്സരിക്കുന്ന അവസരത്തിലാണ് പിടിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോഴത്തെ പിന്നെ UDFന് ശബരിക്ക് എത്ര വോട്ട് കിട്ടുമെന്ന് നമുക്ക് ഇനിയിപ്പം നാളെ നമുക്കറിയാമല്ലോ. ഇത് നമുക്ക് അറിയുന്നതിന് വേണ്ടി പിന്നെ കഴിയും. ശബരി ഒരു മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്, ഉണ്ടായിരുന്നു.